തിരുവനന്തപുരത്തും ഇടയിലുള്ള നസ്രാനികൾ, ക്രിസ്തീയ സമുദായത്തിലുള്ള എല്ലാവരും അനുഭവിക്കാൻ പോകുന്നൊരു വേദന പറയാം. ഈ ഇടവകയുടെ പരിസരത്ത് ഒരു 5-6 കിലോമീറ്റർ ചുറ്റും പറഞ്ഞ ആ ഒരു സമുദായക്കാരൻ ഒരാൾ പോലും ഇല്ലെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളിൽ ഒരാൾ വീട് വെക്കാൻ നോക്കി മോഹവില കിട്ടിയപ്പോൾ ആ ഒരു സമുദായക്കാരന് നിങ്ങൾ വീട് കൊടുത്താൽ ഈ സമുദായക്കാരനൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? അവന് വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട്, കമ്മ്യൂണിറ്റി പ്രെയർ. അത് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഫാമിലിയായിട്ടല്ല. മിനിമം 40 മച്യൂർ ആണുങ്ങൾ വേണം ആ പ്രാർത്ഥനയ്ക്ക്. അടുത്ത എൻ്റെ ടാർഗറ്റ്, ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ നാട്ടിൽ ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മുസ്ലിം പള്ളി വരണമെങ്കിൽ മിനിമം 40 കുടുംബങ്ങൾ വേണം. എൻ്റെ ഉള്ളിലുള്ള അടുത്ത ടാർഗറ്റ്, എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിന്, സ്വന്തക്കാരന്, പരിചയക്കാരെ, ഇനി സമ്പത്തുള്ള മുസ്ലിമാണെങ്കിൽ പാവപ്പെട്ട ദരിദ്രരെയൊക്കെ ആ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ സ്ഥലം മേടിപ്പിച്ചും ബിസിനസ് നടത്തിച്ചും മിനിമം ഒരു 40 കുടുംബം അവിടെ ഉണ്ടാക്കിച്ചിരിക്കും. അതായത് ഒരുതരം കോളനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോളനി രൂപവൽക്കരിക്കുന്നത് മത ആചാരത്തിനനുസരിച്ചാണ്. നമ്മൾ നസ്രാനികൾ മാത്രം തിങ്ങി താമസിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവർ മാത്രം തിങ്ങി താമസിക്കുന്ന വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കുടുംബം സ്വാർത്ഥത കൊണ്ട് ഇങ്ങനെ സ്വത്ത് വിറ്റ് പോകുമ്പോൾ, ഇച്ചിരി മോഹവില കിട്ടി വിറ്റ് പോകുമ്പോൾ, അത് പരിസരത്ത് തങ്ങുന്ന എല്ലാവർക്കും പിന്നീട് ദോഷമായി മാറാൻ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യം. ഇതൊരു വർഗീയതയൊന്നുമല്ല. എനിക്ക് ആ സമുദായക്കാരെ എല്ലാം ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ അവസരത്തെ ആലോചിച്ചു പോയതേ, ഫാദർ സുലൈമാനെ ഒരുപാട് കാലം നമ്മുടെ സഭകളൊക്കെ കൊണ്ട് നടന്ന് ആഘോഷിച്ചു, അല്ലേ? ആഘോഷിച്ചു. അങ്ങനെ അവസാനം ഇവരുടെ ആഘോഷവും സന്തോഷത്തിനും പ്രേരിതമായി അവസാനം മരിയ ജോസഫ് പറഞ്ഞു, മുസ്ലിമീങ്ങൾക്ക് എവിടെയെങ്കിലും 1/2 ഇഞ്ച് ഭൂമി കൊടുത്താൽ പിന്നെ അവർ കൂട്ടമായിട്ട് അവിടെ വന്ന് താമസിക്കും, അവിടെ പള്ളി വെക്കും, പിന്നെ ഇവരുടെ അധീനതയിലായി പ്രദേശം മാറുമെന്നൊക്കെ പറഞ്ഞു, അല്ലേ? ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? അവസാനം മരിയ ജോസഫിന്റെ അവസ്ഥ എന്തായി? ഇപ്പൊ സ്വന്തം വീട്ടിൽ 4 ഇഞ്ച് ഭൂമിയില്ല. പെണ്ണുമ്പയുടെ തലക്ക് TV കൊണ്ട് അടിച്ചല്ലേ? ഈ മരിയ ജോസഫിന്റെ ഈ കേസ് പുറത്തേക്ക് വന്നപ്പോൾ ഒരുത്തൻ കമന്റ് ഇട്ടിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ കൂടുതൽ ചിരിച്ചു. എന്താ അറിയാം? അല്ലെങ്കിൽ തന്നെ തീവ്രവാദ മതത്തിൽ നിന്ന് വന്നല്ലേ ആ തീവ്ര സ്വഭാവം കാണുമെന്ന്. ഇവിടെ ഈ തീവ്രവാദിനെയാണ് നീയൊക്കെ കൊണ്ടു നടന്ന് നിന്റെയൊക്കെ മതം വളർത്താൻ നോക്കിയത്. സ്റ്റേജിൽ മുഴുവനും ഫാദർ സുലൈമാൻ, ഇസ്ലാമിൽ നിന്ന് വന്ന ഫാദർ സുലൈമാൻ ഖുർആൻ വായിച്ചപ്പോൾ അതിനകത്ത് ഖുർആനിൽ ചോദ്യം വന്നു, ഈസാ നബി ആരാണെന്നുള്ള ചോദ്യം എന്റെ ഉള്ളുലച്ചു. അവസാനം ചോദിച്ചു നടന്നപ്പോൾ അവസാനം കിട്ടിയ അത് മഹാനായ യേശു ക്രിസ്തുവാണ്. അങ്ങനെ ഞാൻ യേശുവിൽ അഭയം പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊണ്ടു നടന്ന് ആഘോഷിച്ച ഫാദർ സുലൈമാന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലായ?